ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യക്കാരെ കീഴടക്കിയ ഈ വിരുദ്ധൻ ഫ്രഞ്ചുകാരൻ തന്നെയാണ്. ഇന്നത്തെ സെൻ ഡയറി കാണാം. ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമല്ലാത്തവർ വളരെ കുറവായിരിക്കും. പൊരിച്ചെടുത്ത ഉരുളക്കിഴങ്ങിന് ലോകമെമ്പാടും വലിയ ആരാധകരാണുള്ളത്. അമേരിക്കക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാസ്റ്റ് ഫുഡ് കൂടിയാണിത്. പല വാദങ്ങളാണ് ഫ്രഞ്ച് ഫ്രൈസിന് പിന്നിലുള്ളത്. അതിലൊന്ന് ഇങ്ങനെ: 1789 മുതൽ ഫ്രാൻസിന്റെ തെരുവുകളിൽ വിൽക്കപ്പെട്ടിരുന്ന പലഹാരമാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഇതാണ് ഫ്രഞ്ച് ഫ്രൈസിന്റെ തുടക്കമെന്നാണ് അവരുടെ വാദം. അപ്പോഴും യൂറോപ്പിലെ തെരുവ് ഭക്ഷണം എങ്ങനെ അമേരിക്കക്കാരുടെ ഇഷ്ട പലഹാരമാകും? അതിന് മറ്റൊരു ചരിത്രമുണ്ട്. 1784-89 കാലത്ത് അമേരിക്കക്കാരൻ തോമസ് ജെഫ്രിസൺ ഫ്രാൻസിലെ അമേരിക്കൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഫ്രഞ്ച് ഫ്രൈസ് പരിചയപ്പെടുന്നത്. തിരികെ അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസിനൊപ്പം ഫ്രാൻസിലെ 150-ലധികം ഭക്ഷണ വിഭവങ്ങളും ജെഫ്രിസൺ പഠിച്ചെടുത്തു. അദ്ദേഹം വൈറ്റ് ഹൗസിലെ അതിഥികൾക്കായി ഇതൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഫ്രഞ്ച് ഫ്രൈസിനായി ഇപ്പോഴും ബെൽജിയവും ഫ്രാൻസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഫ്രാൻസിന്റെ കഥ സമ്മതിക്കാൻ തയ്യാറാകാത്ത ബെൽജിയം പറയുന്ന കഥ ഇങ്ങനെ: ബെൽജിയത്തിലെ മ്യൂസിയവാലി എന്ന ഗ്രാമത്തിലെ ആളുകൾക്ക് ഫ്രഷ് മീനുകൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ തണുപ്പ് കാലമായാൽ പുഴകളും നദികളുമെല്ലാം മഞ്ഞു പുതയുന്നതിനാൽ മീൻ കിട്ടാൻ പ്രയാസമായിരുന്നു. ഈ സമയത്ത് മീനിന് പകരം ഉരുളക്കിഴങ്ങ് വറുത്തു കഴിക്കുമായിരുന്നു. ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്നും പറയുന്നു. മാത്രമല്ല, ബെൽജിയത്തിന്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് ഫ്രഞ്ചാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് ബെൽജിയത്തിലുണ്ടായിരുന്ന അമേരിക്കൻ പട്ടാളക്കാരാണ് വറുത്ത ഉരുളക്കിഴങ്ങിന് ഫ്രഞ്ച് ഫ്രൈസ് എന്ന പേര് നൽകിയതെന്നും പറയപ്പെടുന്നു. അവകാശത്തെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോഴും ബർഗർ മുതൽ ഷവർമ വരെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാതെ കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോടിക്കണക്കിന് ജനങ്ങൾ. ആര് കണ്ടെത്തിയതാണെങ്കിലും കണ്ടെത്തിയവരോട് നന്ദി മാത്രം. ഒളിമ്പിക്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.